തിന്നാൻ കൊടുക്കുന്നത് നേരായില്ലെങ്കിൽ സംഗതി പ്രശ്നമാവും. കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം എന്ന് പറയുന്നത്, നമ്മൾ എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണ്. എന്തിനാ കുടുംബജീവിതം? മക്കളുണ്ടാവാനാണല്ലോ. അത് നേരാവണ്ടേ, എന്നാലല്ലേ ബാക്കിയൊക്കെ ക്ലിയർ ആവുള്ളൂ. അതുകൊണ്ട് കുടുംബജീവിതത്തിൽ ഏറ്റവും വിജയമുണ്ടായ ഒരാളാണ് ഗൗസുൽ ആദം. തഴവോസ്താദിന്റെ അൽ മവാഹിബുൽ ജലിയയിൽ ഒരു കല്യാണത്തിന്റെ കഥ പറയുന്നുണ്ട്, ഒരു താരീഖ്. നൂഹ് ബിൻ മറിയം എന്ന പേരായ ഒരു പൈസക്കാരുണ്ടായിരുന്നു, വലിയൊരു മുതലാളി. നൂഹ് ബിൻ മറിയം, മറിയമിന്റെ മകൻ നൂഹ് എന്ന പേരായിട്ട് പഴയ കാലത്ത് വലിയൊരു സമ്പന്നനായ മനുഷ്യൻ ജീവിച്ചിരുന്നു. അയാൾക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട്. അങ്ങനെ ഒരു ദിവസം അദ്ദേഹം തൻ്റെ ഒരു തോട്ടം കാണാൻ വേണ്ടി ചെല്ലുകയാണ്. അപ്പൊ അവിടെ പാറാവുകാരനായ ഒരു അടിമയുണ്ടായിരുന്നു. മുബാറക്ക് എന്നാണ് അടിമയുടെ പേര്. അങ്ങനെ നൂഹ് ബിൻ മറിയം, നൂഹ് മുതലാളി ഇങ്ങനെ ചെന്ന് തോട്ടത്തേക്ക് ഇറങ്ങി, തോട്ടം ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ട് ക്ഷീണിച്ച് വന്നിട്ട് ഒരു കസാലയിൽ ഇരുന്നിട്ട് മുബാറക്കിനെ വിളിച്ചിട്ട് പറഞ്ഞു, മുബാറക്കെ, എനിക്ക് തിന്നാൻ നല്ല മധുരമുള്ള ഒരു പഴം കൊണ്ടുവരികയായിരുന്നു. അതിൽ മുബാറക്ക് ഇങ്ങനെ പോയിട്ട് ഒരു പഴം കൊടുന്നെടുത്തു, കത്തിയും കൊടുത്തു, ചെത്തിയിട്ട് തിന്നു നോക്കുമ്പോൾ അലാക്കിന്റെ പുളി. എടാ മുബാറക്കെ, എനിക്ക് തിന്നാൻ എന്നോട് ഞാനൊരു പഴം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഈ പുളിയുള്ളതാ കൊടുന്നത്, വേറൊന്നും കൊണ്ടുവരാറുണ്ട്. അതിൽ മൂപ്പരിങ്ങനെയാണ് പോയിട്ട് വേറൊരു പഴം കൊടുന്നെടുത്തു, തിന്നു നോക്കുമ്പോൾ അതിലേറെ വലിയ പുളി. വേറെ മൂന്നാമത്തെ കൊണ്ടുവരാൻ പറഞ്ഞു. മൂന്നാമത്തും അങ്ങനെ തന്നെ ആയപ്പോൾ ചോദിച്ചു, എത്ര കാലമായി ഇപ്പം ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? എത്ര കാലമായി ഈ തോട്ടത്തിൽ നിൽക്കൽ തുടങ്ങിയിട്ട്? ഇതുവരെയും ഈ തോട്ടത്തിൽ മധുരമുള്ള പഴയതാണ്, പുളിയുള്ള പഴയതാന്ന് എനിക്കറിയില്ലേ എന്ന് ചോദിച്ചപ്പോൾ മുബാറക്ക് പറഞ്ഞു, മുതലാളി, ഈ തോട്ടത്തിലെ പഴങ്ങളുടെ രുചി നോക്കാനല്ല നിങ്ങൾ എന്നെ ഏൽപ്പിച്ചത്, ഇതിന് കാവൽ നിൽക്കാനാണ്. പടച്ചോനാണ് നേര്. ഈ തോട്ടത്തിൽ മധുരമുള്ളതേതാണ് പുളിയുള്ളതേതാണെന്ന് എനിക്കറിയില്ല. ഞാൻ ഈ തോട്ടത്തിൽ നിന്ന് ഒരു പഴവും ഇന്ന് വരെ കഴിച്ചിട്ടില്ല. നൂഹ് മുതലാളി പറഞ്ഞു മുബാറക്കിനോട്, വേഗം തുണിങ്കുപ്പായം മാറ്റൊരാവശ്യമുണ്ട് പറഞ്ഞു. മാറ്റൂട് പറഞ്ഞു. അങ്ങനെ തുണിങ്കുപ്പായം മാറ്റി പെരേക്കൊണ്ടായി. വീട്ടിൽ ചെന്ന് ഭാര്യയോട് പറഞ്ഞു, സഹധർമ്മിണി, എനിക്കൊരു പുതിയ ആശയം തോന്നുന്നുണ്ട് പറഞ്ഞു. എന്താ നിങ്ങളെ ആശയം എന്ന് ചോദിച്ചു. ഞാൻ ഇന്ന് രാവിലെ നമ്മളെ തോട്ടത്തിൽ ചെന്ന് ഇങ്ങനെ കറങ്ങിയിട്ട് മുബാറക്കിനോട് ഒരു പഴം കൊണ്ടുവരാൻ പറഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായി, അതുകൊണ്ട് എനിക്കൊരാശയം തോന്നിയായിരുന്നു. എന്ത് ചോദിച്ചു, നമ്മളെ മോൾക്ക് നമ്മൾ കുറെ കാലമായിട്ടൊരു പുതിയാപ്പളുടെ അന്വേഷിച്ച് നടക്കല്ലേ, മുബാറക്കിനെ കൊണ്ടാണ് കെട്ടിച്ചാലോ എന്ന് തോന്നുന്നുണ്ട് പറഞ്ഞു. ഭാര്യ പറഞ്ഞു, ഞാൻ മോളോടും ചോദിക്കട്ടെ പറഞ്ഞു. ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്, ഉടൻ തന്നെ മകളെ വിളിച്ചു തള്ള പറഞ്ഞത്, ശ്രദ്ധിച്ചു കേട്ടു ജവാബിതാണുണ്ടായത്. മക്കൾക്ക് ഗുണമല്ലാത്തതൊന്നും തന്നെ മാതാപിതാക്കളിൽ നിന്ന് വരുമോ പൊന്നെ, അതിനാല് നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നത് എനിക്കിഷ്ടമാണ്, തൃപ്തിയുമുള്ളത്. ഉടൻ തന്നെ താൻ തൻ്റെ അടിമയെ ഇത്ഖാക്കി ഒരു ചെറിയ സദ്യ നടത്തി മരുമകനാക്കി. ലോകത്ത് എമ്പാടും പ്രസിദ്ധം ഉള്ള ഇബ്നുൽ മുബാറക്കിനുമ്മയാണ് തള്ള. സൂഫി ലോകത്ത് പ്രസിദ്ധനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹുവിന്റെ ഉമ്മാന്റെയും വാപ്പാന്റെയും താരീഖാണ് പറഞ്ഞത്. അതുകൊണ്ട് കുടുംബജീവിതത്തിന്റെ ബറക്കത്ത് എന്ന് പറഞ്ഞാൽ വേറെ തന്നെ സംഗതിയാണ്. സഹാബത്തിനിടയിൽ കുടുംബജീവിതത്തിൽ ഏറ്റവും നന്നായി ബറക്കത്തുണ്ടായ ആള് മുഹമ്മദ് നബി തന്നെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഒരാളിനോടൊരു ചോദ്യം ചോദിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാര് ഹയാത്തിലുണ്ട്, 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. നബി തങ്ങൾ വഫാത്താവുമ്പോൾ 9 ഭാര്യമാരുണ്ട്. ആയിഷത്തുൻ വാ ഹഫ്സത്തുൻ വാ സൗദ അൻതിസ്ഇ നിസ്വാതിൻ വഫാത്തുൽ മുസ്തഫ
ഖുയ്യിർന ഫഖ്തർന നബിയൽ മുഖ്തഫ ആയിഷത്തും വഹഫ്സത്തും വസൗദാ സോഫിയത്തും മൈമുനത്തും വറംല ഹിന്ദും വസൈനബും കദാ ജുവൈരിയ ലിൽമുഅ്മിനീന ഉമ്മഹാത്തുൻ മർദിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 9 ഭാര്യമാരുണ്ട്. 11 കല്യാണം നബി തങ്ങൾ കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ഒരിക്കൽ നബിനോട് ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ചതിന് ശേഷം രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ നബി തങ്ങൾ സമ്മതിച്ചില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ 9 പെണ്ണിട്ടും ചെയ്തിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹുവിന്റെ അടുത്ത് മോളാണുള്ളത്. പുതിയാപ്പള മരോന് ഒരു പെണ്ണുടിയും കെട്ടാൻ വേണ്ടി സമ്മതം ചോദിച്ചപ്പോൾ കൊടുത്തതുമില്ല. ഇരട്ടത്താപ്പല്ലേ എന്ന് ചോദിച്ചു. നല്ല ചോദ്യമാണ്, ചോദ്യത്തിനൊന്നും കുഴപ്പമില്ല. ഏത് ഹദീസിൽ സംശയം ഉണ്ടായാലും ആദ്യം ചെയ്യേണ്ടത് ഏതാണ് ആ ഹദീസ്, എവിടെയാണ് ആ ഹദീസ്, ആ ഹദീസിന്റെ പൂർണ്ണ രൂപം എങ്ങനെയാണ്, ഇതാണ് ആദ്യം പരിശോധിക്കേണ്ടത്. അലി റളിയല്ലാഹുവിന് സമ്മതം ചോദിച്ച ഹദീസ് ഇമാം തുർമുദി റളിയല്ലാഹുവിന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ആ ഹദീസിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അലി റളിയല്ലാഹുവിന് രണ്ടാമതൊരു കല്യാണം കഴിക്കാൻ നബി തങ്ങളോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സമ്മതം ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ അതിന് കൊടുത്ത മറുപടി, അലിയെ നീ രണ്ടാമതൊരു കല്യാണം കഴിക്കരുത്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടാൻ പാടില്ല എന്നാണ് കൊടുത്ത മറുപടി. അതായത് രണ്ടാമത് കല്യാണം ആലോചിച്ചിരുന്നത് അബൂജഹലിന്റെ മകളായിരുന്നു എന്നതാണ് പ്രശ്നം. അല്ലാതെ രണ്ടാമത് കല്യാണം കഴിക്കാൻ സമ്മതം കൊടുക്കാതിരുന്നതല്ല. രണ്ടാമത് കെട്ടാൻ പോണത് അബൂജഹലിന്റെ മകളെയാണ്. അള്ളാഹുവിന്റെ റസൂലിന്റെ മകളെയും അള്ളാഹുവിന്റെ ശത്രുവിന്റെ മകളെയും ഒരു വിരിപ്പിൽ ഒരുമിച്ച് കൂട്ടുന്നത് ശരിയല്ല അലിയേ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 കല്യാണം കഴിച്ചു. എന്താണ് 9 വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന, നല്ല മാതൃക എന്നൊരാൾ ചോദിച്ചു. നല്ല ചോദ്യമാണ്. 9 വിവാഹത്തിലെ ഉസ്വത്തുൻ ഹസന എന്താണെന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഖിയാറുക്കും ഖിയാറുക്കും ലി അഹ്ലിക്കും ഖിയാറുക്കും ഖിയാറുക്കും ലി അസ്വാജിക്കും. നിങ്ങളിൽ ഏറ്റവും ഖൈറായ ആൾ നിങ്ങളുടെ ഭാര്യമാർക്ക് ഏറ്റവും ഖൈറായ ആളാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ 9 ഭാര്യമാർ ജീവിച്ചിരിപ്പുണ്ട്. ഒരാൾക്ക് പോലും മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ല അഭിപ്രായമല്ലാതെ മറ്റൊന്നുമില്ല എന്നതാണ് മാതൃക. ആയിഷ ബി റളിയല്ലാഹു അൻഹ 2300 ചില്ലാനം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അധിക ഹദീസുകളും മുസ്തഫ നബി തങ്ങൾ വഫാത്തായിട്ട് 20 വർഷത്തിന് ശേഷമാണ്. ആയിഷ ബി റളിയല്ലാഹു അൻഹയോട് സഹാബത്ത് ചോദിച്ചു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം എങ്ങനെയായിരുന്നു? 20 കൊല്ലം കഴിഞ്ഞിട്ട് പറഞ്ഞു, കാന ഖുലുഖു അൽ ഖുർആൻ. നമ്മളിൽ അധികൾക്കും ഒരു പെണ്ണുങ്ങളാണുള്ളത്. നമ്മളെ ഭാര്യമാർക്ക് നമ്മളെ പറ്റി എന്തേക്കാരം അഭിപ്രായം, അത് വെച്ചിട്ട് നബി തങ്ങളുടെ കുടുംബജീവിതത്തിൽ എന്താ മാതൃക എന്ന് പരിശോധിക്കണം. നമ്മുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ ഒപ്പുവെക്കേണ്ടത് ഭർത്താവിന് ഭാര്യയും ഭാര്യയ്ക്ക് ഭർത്താവുമാണ്. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ സ്വന്തമായിട്ട് ഒപ്പിട്ടിട്ട് ഒരു കാര്യമില്ല. സ്വഭാവ സർട്ടിഫിക്കറ്റിൽ അവനെ ഒപ്പിട്ടിട്ട് കാര്യമില്ല. പുതിയാപ്പിള എങ്ങനെ ഉണ്ടെന്ന് പുതിയെണ്ണ എങ്ങനെ ഉണ്ടെന്ന് പുതിയാപ്പിളയാണ് ഒപ്പിടേണ്ടത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് 9 ഭാര്യമാരിൽ ആർക്കും ഒരഭിപ്രായ വ്യത്യാസമില്ല.